Good morning. We have earlier discussed the concept of elasticity of demand in the previous class. Now, I am going to discuss about the different degrees of elasticity of demand. That also I have discussed in the previous class. But today we are going to have a diagrammatical representation of the different degrees of elasticity of demand. ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ തന്നെ ഡയഗ്രാംസ് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ സ്ലൈഡിൽ ഞാൻ ഡയഗ്രാംസ് കൂടി ഉൾപ്പെടുത്തി ഒരു ചെറിയ എക്സ്പ്ലനേഷൻ തരികയാണ്. അപ്പം നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു there are 5 degrees of elasticity of demand. So the concept of elasticity of demand was introduced by Professor Alfred Marshall. Alfred Marshall was the person who has propounded the concept of price elasticity of demand. Price elasticity of demand was introduced by Professor Alfred Marshall. So according to Marshall, or in simple terms, we can define price elasticity as the ratio of percentage change in quantity demanded to the percentage change in price. That we have earlier discussed. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിരുന്നത്. So it is the ratio of percentage change in quantity demanded to the percentage change in price. അല്ലേ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പം എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? അതായത് ഡിമാൻഡിലുണ്ടാകുന്ന വ്യത്യാസവും പ്രൈസ് തമ്മിലുണ്ടാകുന്ന വ്യത്യാസത്തിലുള്ള ആനുപാതികമായ മാറ്റത്തിലെ അവ തമ്മിലുള്ള മാറ്റത്തിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ അനുപാതത്തെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. So it means the ratio of percentage change in quantity demanded to the percentage change in price. That is called elasticity of demand. Now we are moving on to the different degrees of elasticity. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. So there are we know that different commodities have different price elasticities. ഓരോ കമ്മോഡിറ്റീസിനും പലതരത്തിലുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. അല്ലെ, പ്രൈസിലുണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാ കമ്മോഡിറ്റീസിനും ഒരേ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണോന്നില്ല. അതായത് പ്രൈസിലുണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം എല്ലാ കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിലും ഒരേപോലെ ആവണമെന്നില്ല. Some commodities will have more elastic demand. ചില കമ്മോഡിറ്റീസിന് കൂടുതൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. സം അതേഴ്സ് വിൽ ഹാവ് റിലേറ്റീവ്ലി ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ മറ്റു കമ്മോഡിറ്റീസിന് കുറച്ച് ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും, കുറച്ച് ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റീസ് ആയിരിക്കും, പ്രൈസ് ഇലാസ്റ്റിസിറ്റീസ് ആയിരിക്കും ഓരോ കമ്മോഡിറ്റീസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, ടെക്നിക്കലി വി ക്യാൻ സേ ദാറ്റ് the price elasticity of demand ranges from 0 to infinity. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0യ്ക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കായിരിക്കും. സോ ദ വാല്യൂ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇറ്റ് റേഞ്ചസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഒരു വാല്യൂ ആയിരിക്കും പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് ഉള്ളത്. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് ആൻഡ് ഇറ്റ് മേ ബി റേഞ്ചിങ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് ഉള്ളത്. സോ ഇറ്റ് മേ ബി ഈക്വൽ ടു 0, 0യ്ക്ക് തുല്യമായിരിക്കും. ഇറ്റ് മേ ബി ലെസ് ദാൻ 1, ഇറ്റ് മേ ബി ഗ്രേറ്റർ ദാൻ 1, ഓർ ഇറ്റ് മേ ബി ഈക്വൽ ടു യൂണിറ്റി, ഇറ്റ് മേ ബി ഇൻഫിനിറ്റി. അപ്പോൾ ഇറ്റ് മേ ബി ഈക്വൽ ടു 0, 0യ്ക്ക് തുല്യമായിരിക്കും. ഇറ്റ് മേ ബി ലെസ് ദാൻ 1, then it may be greater than 1, and it will be equal to infinity. It will be equal to unity. Unity means 1. അപ്പോൾ 1ന് തുല്യമായിരിക്കും, 1നേക്കാൾ കൂടുതലായിരിക്കാം, 1നേക്കാൾ കുറവായിരിക്കാം. അതുപോലെ തന്നെ 0യ്ക്ക് തുല്യമായിരിക്കാം, ഇൻഫിനിറ്റിക്ക് തുല്യമായിരിക്കാം. അങ്ങനെയുള്ള പല വാല്യൂസും എന്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. So we are going to discuss the different degrees of elasticity of demand. The first one is perfectly elastic demand. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് perfectly elastic demand. So here perfectly elastic demand is said to happen when a little change in price leads to an infinite change in quantity demand. That is, here a small change or a little change in price leads to an infinite change in quantity demanded. പ്രൈസിലുണ്ടായ ഒരു ചെറിയ മാറ്റം പോലും ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അനന്തമായ
വിതൗട്ട് ആൻ എൻഡ് ഇല്ലാത്തൊരു ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഒരു കമോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ച് ഇറ്റ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദാറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. സോ ഹിയർ എ സ്മോൾ റൈസ് ഇൻ പ്രൈസ് ഓൺ ദ പാർട്ട് ഓഫ് ദ സെല്ലർ റിഡ്യൂസസ് ദ ഡിമാൻഡ് ടു സീറോ. അപ്പോൾ ഒരു ചെറിയ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായാൽ ഡിമാൻഡ് വേണമെങ്കിൽ സീറോയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡിമാൻഡ് കർവ് വിൽ ബി ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആസ് ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ ഫിഗറിൽ പോലെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. ഒ പി ആയിരിക്കുമ്പോൾ പ്രൈസ് Q1 ആണ്. പ്രൈസിലൊരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ പോലും ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ചെറിയൊരു ചേഞ്ച് പ്രൈസിലുണ്ടായാലും പോലും എന്താണ്, ഇൻഫിനിറ്റ് ചേഞ്ച് ആയിരിക്കും ഡിമാൻഡ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഹിയർ പ്രൈസ് ഈസ് OP, ഹിയർ ദ ഡിമാൻഡ് ഈസ് ഇൻഫിനിറ്റ് അല്ലേ. ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിരിക്കും. ഒരു ചെറിയ പ്രൈസ്, എ സ്ലൈറ്റ് റൈസ് ഇൻ പ്രൈസ് വിൽ കോൺട്രാക്ട് ദ ഡിമാൻഡ് ടു സീറോ. പ്രൈസിലൊരു ചെറിയ മാറ്റം ഉണ്ടായാൽ ചിലപ്പോൾ എന്താണ്, ഒരു വർധന ഉണ്ടായാൽ ചിലപ്പോൾ ഡിമാൻഡ് സീറോയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു പ്രൈസിലുണ്ടായിരുന്ന ചെറിയ ഫോളും ഭയങ്കരമായിട്ട് കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. പക്ഷേ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ സ്മോൾ ഫോൾ ഇൻ പ്രൈസ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ്. പ്രൈസിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ കുറവ് മൂലം ഡിമാൻഡിൽ വളരെയധികം വർധന ഉണ്ടാകും. കാരണം കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിക്കും. അതിൻ്റെ ഫലമായി ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റിയിലേക്ക് എത്തിച്ചേരും. പക്ഷേ ഇൻ ദ റിയൽ വേൾഡ് ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് റെയർ. അപ്പം റിയൽ വേൾഡിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ടാവാറില്ല. അങ്ങനത്തെ ഒരു കേസാണ് ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. എ ഗിവൺ ചേഞ്ച് ഓർ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു infinite change in quantity demanded. That is called perfectly elastic demand. Okay, next is perfectly inelastic demand. Perfectly inelastic demand. Here, this is opposite to perfectly elastic demand. Perfectly inelastic demand is opposite to perfectly elastic demand. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, irrespective of any rise or fall in the price of a commodity, the quantity demanded remains the same. Here, there is no change in quantity demanded. Whether there is an increase in or decrease in price, the quantity demanded remains the same. അപ്പോൾ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും എന്ത് മാറ്റം ഡിമാൻഡിൽ പ്രൈസിലുണ്ടായാലും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ റിമെയിൻ ദ സെയിം. ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. That is, here elasticity is equal to zero. Here in the case of perfectly inelastic demand, here elasticity is equal to zero. Zeroയ്ക്ക് തുല്യമായിരിക്കും. അതായത് there is no change in demand when there is a change in price. പ്രൈസിലുണ്ടാകുന്ന മാറ്റം ഉണ്ടായാൽ പോലും there is no change in demand. ഇവിടെ ഈ ഫിഗറിൽ നോക്കാം, we can see that when price is OP1, the quantity demanded is OQ. When price or the price is OP, then quantity demand remains is OQ. When price rises to OP2, quantity demanded again remains OQ. When price is OP1, the quantity demanded again remains OQ. Alle? So that is the case of perfectly inelastic demand. Here at price OP, the quantity demanded is OQ. When price falls to OP1, the quantity demanded again remains the same. Again, when the price rises to OP2, the demand will remain the same. So here also, we in the real life, we cannot see the case of a perfectly inelastic demand. അപ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ഒരു കേസ് നമുക്ക് റിയൽ ലൈഫിൽ കണ്ടുവരുത്താൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈവൻ ഇൻ ദ കേസ് ഓഫ് എസെൻഷ്യൽസ് ഓഫ് ലൈഫ്, ഇപ്പം ഏറ്റവും അത്യാവശ്യ ഘടകമായ ചില സാധനങ്ങൾക്ക് പോലും
എന്താണ് ഒരു ചെറിയ വിലയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ദർ വിൽ ബി ചേഞ്ച് ഇൻ ഡിമാൻഡ്, റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് വിൽ ബി ദർ. അപ്പം ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡും എന്താണ് ആക്ച്വലി നിലനിൽക്കുന്ന ഒന്ന് അല്ല, ആക്ച്വൽ വേൾഡിൽ റിയൽ വേൾഡിൽ നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് നമുക്ക് പറയാം. So the third case is unitary elastic demand or unit elastic demand. So in the case of unitary elastic demand, when a given proportionate change in the price level brings about an equal and proportionate change in quantity demanded. So in the case of unitary elastic demand, a given change in the price of a commodity leads to equal and proportionate change in quantity demanded. പ്രൈസിലുണ്ടാകുന്ന ഒരു മാറ്റത്തിന് ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഏതിലും ഉണ്ടാവും, ഡിമാൻഡിലും ഉണ്ടാവും. ഉദാഹരണത്തിന് പ്രൈസ് 50% കണ്ട് മാറിയാൽ ഡിമാൻഡിലും അത്ര തന്നെ മാറ്റം ഉണ്ടാവും. അപ്പം യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെയാണ് ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് ഇലാസ്റ്റിക്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള മീനിങ് ആണ്. യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. എ ഗിവൺ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ലീഡ്സ് ടു ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അല്ലേ, ഡിമാൻഡിൽ ഈക്വലായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആനുപാതികമായി ഈക്വൽ ആയിട്ടുള്ളൊരു മാറ്റം, ആനുപാതികമായി സെയിം ആയിട്ടുള്ളൊരു മാറ്റം ഡിമാൻഡിലുണ്ടാകുന്നു. അതിനെ നമ്മളെന്ത് പറയുന്നത്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയും. at OP price, the quantity demanded is OQ1, അല്ലേ. Then when the price falls to OP1, P1 ഡിസ്റ്റൻസ് നോക്കെ അതിൽ OP1 ആയിട്ട് പ്രൈസ് കുറയുമ്പോൾ അത്രയും തന്നെ തുല്യമായിട്ടുള്ള ഡിമാൻഡ് ചേഞ്ച് ഡിമാൻഡിലുണ്ടാകുന്നു. Q1 Q2 ആയിട്ട് ക്വാണ്ടിറ്റി വർദ്ധിക്കും. Q1 നിന്ന് Q2യിലേക്ക് ക്വാണ്ടിറ്റി വർദ്ധിക്കും. അപ്പോൾ പ്രൈസിലുണ്ടാകുന്ന അത്രയും മാറ്റം തന്നെ ഡിമാൻഡിലുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഈ ഡിമാൻഡ് കർവ് നോക്കാം. ഇത്രയും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവുകളാണ് കണ്ടത്. ഈ ഡിമാൻഡ് കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്നാണ് വിളിക്കുന്നത്. ഈ ഷേപ്പിലുള്ള ഡിമാൻഡ് കർവിനെ നമ്മൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 1 തുല്യമായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, here area OQ divided by RP, OQ divided by OQ, OQ divided by RP, OQ1 ആണ്. OQ1 divided by RP is equal to എന്താണ്, അപ്പോൾ OQ1 ഡിവൈഡ് ബൈ, ഇവിടെ OQ എന്ന് എഴുതിയേക്കുന്നത് OQ1 ആണ്. OQ1 ഡിവൈഡ് ബൈ RP എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, RP എന്ന് വെച്ചാൽ ഈ ഏരിയ, OQ1 ഡിവൈഡ് ബൈ RP ഈസ് ഈക്വൽ ടു ഏരിയ OP ഡിവൈഡ് ബൈ SQ2, OP ഡിവൈഡ് ബൈ SQ2. SQ2 എന്ന് പറയുന്ന ഏരിയയ്ക്ക് SQ2 ഈ ഏരിയ ആണ്, OP ഈ ഏരിയ ആണ്, ഡിവൈഡ് ബൈ എന്താണ് SQ2, ഇതിന് തുല്യമായിരിക്കും. Okay, now we are moving to next one, that is here fourth one is relatively elastic demand. Relatively elastic demand അല്ലെങ്കിൽ elastic demand എന്ന് പറയാം. Relatively elastic demand is a situation in which a small change in price leads to a big change in quantity demanded. A small change in price leads to a big change in quantity demanded. പ്രൈസിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം ഡിമാൻഡിൽ വലിയൊരു മാറ്റത്തിലേക്ക് കാരണമാകുകയാണെങ്കിൽ അതിനെയാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് മോർ ദാൻ 1. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ വ്യത്യാസം നോക്കെ ചേഞ്ച് ഡിമാൻഡിലുണ്ടാകുന്ന വ്യത്യാസം OP പ്രൈസ് ആയിരുന്നത് OP1 പ്രൈസായിട്ട് പ്രൈസ് കുറഞ്ഞപ്പോഴത്തേക്ക് ആ P1 ഡിസ്റ്റൻസ് നോക്കാം, അതിനേക്കാൾ കൂടിയ ഡിസ്റ്റൻസ് ആയിരിക്കും Q1 Q2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. അതായത് OP പ്രൈസ് ആയിരുന്നപ്പോൾ OQ1 ആയിരുന്നു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത്, OP1 ആയിട്ട് പ്രൈസ് കുറഞ്ഞപ്പോൾ OQ2 ആയിട്ട് ക്വാണ്ടിറ്റി കൂടി. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1. ഈ ഡിസ്റ്റൻസ് P1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കണം Q1 Q2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ അതാണ് ഹിയർ എ ഗിവൺ ചേഞ്ച് ഇൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു എന്താണ് മോർ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പം ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് മോർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡാണ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, താരതമ്യേന ഇലാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് എന്നും പറയാം നമുക്ക്. ഹിയർ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് in this case a given percentage change in the price leads to relatively less percentage change in quantity demanded. പ്രൈസിലുണ്ടാകുന്ന ഒരു മാറ്റം, ഒരു നിശ്ചിത മാറ്റം ഡിമാൻഡിൽ ആനുപാതികമായി കുറഞ്ഞ മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. സോ ഹിയർ ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഇതിൽ നോക്കാം, ഈ ഫിഗറിൽ നോക്കാം, ഇവിടെ നമുക്ക് കാണാൻ കഴിയും OP പ്രൈസിൽ നിന്നും OP1 പ്രൈസായിട്ട് പ്രൈസ് കുറഞ്ഞപ്പോഴത്തേക്ക് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് നോക്കി Q1 നിന്ന് Q2യിലേക്ക് കൂടിയത്, ആ ഡിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ OP പ്രൈസിൽ നിന്ന് OP1 ആയിട്ട് പ്രൈസ് കുറഞ്ഞപ്പോൾ OQ1 ക്വാണ്ടിറ്റിയിൽ നിന്ന് OQ2യിലേക്ക് ക്വാണ്ടിറ്റി കൂടി. അപ്പോൾ ആ പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കുറഞ്ഞ മാറ്റമാണ് ഡിമാൻഡിലുണ്ടായത്. ഹിയർ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. സോ ഹിയർ വി ക്യാൻ സീ ഹിയർ നോക്ക്, ഇതെല്ലാം കൂടെ നമ്മൾ ഒറ്റ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ 5 കേസും കൂടെ നോക്കെ. സി പ്രൈസ് ഈസ് മെഷർഡ് അലോങ് ദ വൈ ആക്സിസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അലോങ് ദ എക്സ് ആക്സിസ്. വി ക്യാൻ സീ ഹിയർ സി ഡി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ. നോക്കെ, AB എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് കാണിക്കുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 0. ഇവിടെ ഈ EF എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡിനെ കാണിക്കുന്നു. ഈ G എന്ന് പറയുന്നത് എന്താണ്? ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ് ലെസ് ദാൻ 1 കാണിക്കുന്നു. MN എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈക്വൽ ടു 1നെ കാണിക്കുന്നു. അപ്പോൾ ഈ 5 കേസസ് നമ്മൾ ഒറ്റ ഫിഗറിലാക്കി കാണിച്ചതാണിത്. അപ്പോൾ ഇത് കേൾക്കുക, നിങ്ങളിത് കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നോട് ചോദിക്കുക. ഓക്കെ.